ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ യൂട്യൂബ് വീഡിയോകൾക്ക് ആവശ്യമായ തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ട്രോളുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കിഡ്ലൻ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ഡിസൈനിങ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മലയാളം എഡിറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ആപ്ലിക്കേഷനിൽ നിറച്ച് പരസ്യമുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റ് ഓഫ് ആക്കിയാണ് ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്ത വർക്കുകൾ പോസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഓൺ ആക്കണം. ഈ ആപ്ലിക്കേഷനിലെ ചില ഫീച്ചേഴ്സുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഓൺ ആക്കണം. പക്ഷേ നമുക്കൊരു ഇമേജ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനോ നെറ്റിൻ്റെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് നെറ്റ് ഓഫ് ആക്കിക്കൊണ്ട് കാണിച്ചു തരുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടാബുകൾ കാണാൻ സാധിക്കും. പേജ്, പബ്ലിക്, മൈ വർക്ക്സ്, ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇതിൽ പേജ്, പബ്ലിക് എന്ന് പറഞ്ഞത് ഇതിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ പോസ്റ്റ് ചെയ്ത ആളുകളുടെ ട്രോളുകളും അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഞാൻ ആഡിൻ്റെ ശല്യം കൊണ്ട് നെറ്റ് ഓഫ് ആക്കിയതുകൊണ്ടാണ് അത് കാണാത്തത്. പബ്ലിക്കും അതുപോലെ തന്നെ ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രോളുകളും മറ്റൊക്കെ കാണാൻ സാധിക്കും. അതെടുത്തുകൊണ്ട് നമുക്ക് അതിലും എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ മൈ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് മൈ വർക്ക്സിൽ കാണാൻ സാധിക്കും. ഫേവറേറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പബ്ലിക്കിൽ നിന്നോ പേജിൽ നിന്നോ ഫേവറേറ്റായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇമേജിനെ നമുക്ക് ഫേവറേറ്റിൽ കാണാൻ സാധിക്കും. പിന്നെ താഴത്ത് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പുതിയ ഇമേജ് എഡിറ്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ആപ്ലിക്കേഷൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്കൊരു 3 ലൈൻ കാണാൻ സാധിക്കും. അത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റായിട്ട് വരുന്നത് സൈനിങ് യൂസിങ് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാം. അങ്ങനെ സൈൻ ഇൻ ചെയ്താലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതിൽ വരുന്നത് റിമൂവ് ആഡ് സെറ്റ് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആഡുകളൊക്കെ ഒഴിവാക്കാം. നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ധാരാളം ആഡുകളുണ്ട്, ഇഷ്ടംപോലെ ആഡുണ്ട്. ആഡ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 30. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡാർക്ക് തീം, അതായത് നമ്മൾ കുറച്ച് ഇരുണ്ട തീം നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. പിന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ അവിടെ കാണാൻ സാധിക്കും. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നൊരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബേസിക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ട്രോൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ ഈ വിൻഡോയിൽ നിന്ന് നമ്മളൊരു ലേഔട്ട് സെലക്ട് ചെയ്യണം. ബ്ലാങ്ക് ലേഔട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. പോർട്രേറ്റ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ മുതലായ ലേഔട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ കാണാൻ നമുക്ക് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഈ ടാബ് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ടാബിൽ നിന്ന് ടെംപ്ലേറ്റുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കണക്ട് ചെയ്താലേ കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്തേക്കാം. ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ സാധിക്കും. നെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാങ്ക് ലേഔട്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു എഡിറ്റിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ന്യൂ ലെയർ, സൈസ്, അതുപോലെ തന്നെ എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട്, പ്രിവ്യൂ, സെറ്റിങ്സ്, സേവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷനുകൾ. ഇതിൽ ന്യൂ ലെയർ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ലെയറുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്. ഇതൊരു ലെയർ അധിഷ്ഠിത ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോട്ടോഷോപ്പൊക്കെ ഒരു ലെയർ അധിഷ്ഠിത ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷനും ലെയർ അധിഷ്ഠിത ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിൽ ഡിസൈൻ ചെയ്യുന്നത് ഓരോ ലെയറുകൾ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ന്യൂ ലെയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമുക്ക് കാണാം ആഡ് ടെക്സ്റ്റ്, ആഡ് ഇമേജ്, അതുപോലെ തന്നെ ആഡ് കോഡ്സ്, അതുപോലെ തന്നെ മെമെ ഇമേജ്, ഇമോഷൻസ്, ബാക്ക്ഗ്രൗണ്ട്, വാട്ടർമാർക്ക്, പെൻസിൽ സ്കെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷനുകൾ. ഈ ഓപ്ഷനൊക്കെ നമുക്ക് ഓരോ ലെയറാണ്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെയറായിട്ട് മാറും. അങ്ങനെ ഒരു ലെയർ അധിഷ്ഠിത ഡിസൈനിങ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം അത് ഇതിലേക്ക്. നമ്മൾ ട്രോളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ഇമേജ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോകളെല്ലാം കാണാം. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോകൾ സെലക്ട് ചെയ്യുക.
അപ്പോൾ പിന്നീട് വരുന്നത് ക്രോപ്പ് ഇമേജ് ഓപ്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിനെ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തതിന് ശേഷം മുകളിലുള്ള ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്ലാങ്ക് ലേഔട്ടിലേക്ക് ആഡ് ആകും. ഇനി നമുക്കതിൻ്റെ 4 കോർണറിലുള്ള പോയിൻറ്റുകൾ വെച്ചിട്ട് നമുക്കതിനെ റീസൈസ് ചെയ്യാം. നമുക്ക് വേണ്ട സൈസിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഇമേജ് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ടൂൾ ബോക്സും അതിൽ എനേബിൾ ആയിട്ട് വരും. ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചേഞ്ച് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇമേജ് മാറ്റിയിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് വേറൊരു ഇമേജ് ആഡ് ചെയ്യാം. ക്രോപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ക്രോപ്പ് ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം. പിന്നെ എറേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ എറേസ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനാണ്. ബ്ലറിൽ നമുക്ക് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫിൽറ്റർ നമുക്ക് അറിയാം, നമ്മൾ വാട്സപ്പിലും ഇതിലൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്യാം. ആ ഓപ്ഷൻ തന്നെയാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് എഫക്ട്സ് ആണ്. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ട്രോക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷാഡോ ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. ഇത്രയുമാണ് ഈ ഓപ്ഷൻസിലുള്ളത്. ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ഇമേജ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ഇതെല്ലാം ഓരോ വേറെ ലെയറുകളാണ്. ആ ലെയറിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ് താഴത്ത് എനേബിൾ ആയിട്ട് വരും. അതിൻ്റെ പുറത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസ് പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ഓരോ ലെയറിനും അതിൻ്റെ മുകളിലായിട്ടൊരു 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻസ് എനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഈ ലെയർ പ്രോപ്പർട്ടീസിൽ വരുന്നത് ഓപ്പാസിറ്റി, ഓർഡർ, അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്, പിന്നെ അതിൻ്റെ താഴെയായിട്ട് റൊട്ടേറ്റ്, മൂവ്, ഡ്യൂപ്ലിക്കേറ്റ്, ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും. ഇതിൽ നമുക്ക് ഒപ്പാസിറ്റിയുടെ നേരെ നമുക്ക് കാണാൻ സാധിക്കും മൈനസ് പ്ലസ് നീക്കാനുള്ളൊരു ഓപ്ഷന്. അതിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പാസിറ്റി കുറക്കാൻ സാധിക്കും. പിന്നെ ഓർഡറിൻ്റെ നേരായിട്ട് നമുക്ക് ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ലെയർ മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ നേരെ യൂസ് ഫുൾ വിഡ്ത്ത്, അതുപോലെ തന്നെ യൂസ് ഫുൾ ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എടുത്തിട്ടുള്ള ലേഔട്ടിൽ ഫുള്ളായിട്ടും നമ്മുടെ ഇമേജ് വരും. ഫുൾ വിഡ്ത്ത് നോക്കി കഴിഞ്ഞാൽ വിഡ്ത്തിലായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഇമേജ് വരും. അതുപോലെ തന്നെ ഫുൾ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എടുത്തിട്ടുള്ള ലേഔട്ടിൽ ഫുള്ളായിട്ടും ഹൈറ്റിലും ഈ ഒരു ഇമേജ് വരും. അതാണ് ഫുൾ വിഡ്ത്തും ഫുൾ ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷന്. പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ മൂവ് പറയുന്ന ഓപ്ഷന് നമുക്ക് മൂവ് ചെയ്യാനും, ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷന് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ലെയറിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും, ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് നമുക്ക് ആ ലെയറിനെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ടെക്സ്റ്റും ഇമേജൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ട്രോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ 2 ഇമേജുകൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആഡ് ലെയറിൽ പ്രസ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിനെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസിൽ കുറച്ച് മാറ്റം വരും. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ലെയർ സംബന്ധിച്ച ഓപ്ഷനുകളാണ് വരിക. ഇതിൽ ചേഞ്ച് എന്ന് പറയുന്നതിൽ നമുക്ക് ടെക്സ്റ്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാൽ മതി. പിന്നെ ഫോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. മലയാളത്തിലാവുമ്പോൾ ഇവിടെ 1-2 ഫോണ്ടുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒത്തിരി ഫോണ്ടുകൾ അവൈലബിൾ ആണ്. കളർ എന്ന് പറഞ്ഞതിൽ നമുക്ക് ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്. ഷാഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷാഡോ നേരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വരുന്നത് സ്ട്രോക്ക്, അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനാണ്. എല്ലാ ടൂളുകളും നമ്മൾ ഏകദേശം പരിചയപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ട്രോളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോസ്റ്ററുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ സേവ് ചെയ്യുന്നതും കൂടി എങ്ങനെയെന്ന് പറയാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ഇതുപോലെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് താഴെ നമുക്ക് സേവ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. സേവ് ആസ് എ ഇമേജ് നോർമൽ സൈസിൽ, പിന്നെ HD വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ജിഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം.
പിന്നെ എഡിറ്റബിൾ ടെംപ്ലേറ്റ് ആയിട്ടും സേവ് ചെയ്യാം. ഈ 4 ഓപ്ഷനിലും നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ സാധിക്കും. സേവ് ചെയ്തിട്ടുള്ള ഇമേജുകൾ നമ്മുടെ ഗാലറിയിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് തംബ്നെയിലുകളും ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലേഔട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ലെയറിൽ നമുക്ക് ആഡ് കോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ആശംസകളും അതുപോലെ തന്നെ കുറേ വാക്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ജിഫ് ഇമേജുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 2-3 ലെയറുകൾ, അതായത് ടെക്സ്റ്റ് വേറെ ലെയറും ഇമേജ് വേറെ ലെയറും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒന്നിലധികം ഇമേജുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ജിഫ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് താഴെ കാണുന്ന പ്രിവ്യൂ ജിഫ് എന്നതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ആദ്യം ഏതാണോ വ്യൂ ചെയ്യേണ്ടത് അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഒരു താഴെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജിഫായിട്ട് മാറും. പിന്നെ നമുക്ക് സേവ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമുക്ക് ജിഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജിഫ് ഇമേജായിട്ട് സേവ് ആകും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലെ എല്ലാ ടൂളുകളും ഏകദേശം എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രോൾ ഇമേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.